ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا അലം തറ താങ്കൾ കണ്ടില്ലേ ഇലല്ലദീൻ ഒരു കൂട്ടം ആളുകളെ കണ്ടില്ലേ ഖീല ലഹും അവരോട് പറയപ്പെട്ടു കുഫു ഐദിയകും നിങ്ങൾ നിങ്ങളുടെ കൈകളെ നിയന്ത്രിച്ചു നിർത്തുക വഅഖീമുസ്സലാ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുക ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ അവരുടെ മേൽ പോരാട്ടം നിയമമാക്കപ്പെട്ടപ്പോൾ ഇദാ ഫരീഖും മിൻഹും അവരിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ യഖ്ശൗനന്നാസ് ജനങ്ങളെ ഭയപ്പെടുന്നു കഖശിയത്തില്ലാഹ് അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഔ അശദ്ദ ഖശിയ അതിനേക്കാളും കൂടുതലായി ഭയപ്പെടുന്നു വഖാലു അവർ പറയുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലിമ കതബ്ത അലൈനൽ ഖിതാൽ ഞങ്ങളുടെ മേൽ പോരാട്ടം എന്തിനാണ് നിർബന്ധമാക്കിയത് ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ് ഞങ്ങളെ നീ അടുത്തൊരു കാലാവധി വരെയും പിന്തിച്ചുകൂടായിരുന്നോ ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ പറയുക ഭൗതിക സുഖസന്തോഷങ്ങൾ അത് കുറഞ്ഞത് മാത്രമാകുന്നു വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ ഭയഭക്തി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പരലോകമാണ് ഉത്തമമായത് വലാ തുദ്ലമൂന ഫതീലാ നിങ്ങൾ അല്പം പോലും ആക്രമിക്കപ്പെടുന്നതല്ല ദ്രോഹിക്കപ്പെടുന്നതല്ല കഴിഞ്ഞ ആയത്തിൽ സത്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മർദ്ദിതരുടെ മോചനത്തിന് വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ ചെയ്യൽ അത്യാവശ്യമാണ് പോരാടേണ്ടി വന്നാൽ അതിനും സന്നദ്ധമാകണം അതിന് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ന് പറയപ്പെട്ടു ഈ ആയത്ത് അവതരിച്ചപ്പോൾ വിശ്വാസപരമായി ബലഹീനതയുള്ള ചിലർക്ക് വലിയ അസ്വസ്ഥതയുണ്ടായി അവർ അതിൽ നിന്നും ഒളിച്ചോടാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു ഇത്തരം സന്ദർഭങ്ങളിൽ ഭീരുത്വം കാട്ടലും അതുപോലെ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടലും അത് മറ്റുള്ളവരെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അല്ലാഹു തആല അതിനെ തിരുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ്സലാത വആതുസ്സകാ മുമ്പൊരിക്കൽ ഒരു കൂട്ടം ആളുകളോട് അവർ
ശത്രുക്കളിൽ നിന്നും ഉപദ്രവിക്കപ്പെട്ടപ്പോൾ തിരിച്ചടിക്കാൻ അനുവാദം ചോദിക്കുകയുണ്ടായി. ഞങ്ങളവരെ തിരിച്ചടിക്കട്ടെ. പക്ഷെ അവരോട് പറയപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നിയന്ത്രിക്കും. നിങ്ങൾ ഈ സമയത്ത് പോരാട്ടത്തിന് ഇറങ്ങരുത്. എല്ലാത്തിനും ഓരോ സമയമുണ്ട്, സന്ദർഭമുണ്ട്. ആ സമയമാകുമ്പോൾ പടച്ചവൻ കൽപ്പിക്കും. പ്രവാചകനിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനമെടുക്കും. പോരാട്ടം, യുദ്ധം എന്നെല്ലാം പറയുന്നത് കുട്ടിക്കളിയല്ല, എടുത്തു ചാടേണ്ട ഒരു കാര്യമൊന്നുമല്ല. അതിന് കുറേ ആമുഖങ്ങളുണ്ട്. യഥാസമയത്ത് അത് പറയും. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമസ്കാരം നല്ല നിലയിൽ നിർവഹിക്കും, എന്നിട്ട് പടച്ചവരുമായിട്ടടുക്കൻ, ദാനധർമ്മങ്ങൾ ചെയ്യൻ, പടപ്പുകളുമായിട്ടടുക്കൻ. ഇതേ ആയത്ത് സൂറത്ത് അൽ ബഖറയിലും വന്നിട്ടുണ്ട്. പടച്ചവൻ പോരാട്ടത്തിൻ്റെ തീരുമാനം പറയുന്നത് വരെ, അറിയിക്കുന്നത് വരെ, അതിന് സമയമാകുന്നത് വരെ നിങ്ങൾ മാപ്പ് കൊടുക്കൻ, നിങ്ങൾ അവരിൽ നിന്ന് മുഖം തിരിക്കൻ, മറിച്ച് നിങ്ങൾ നമസ്കാരത്തിലും ദാനധർമ്മങ്ങളിലും ശ്രദ്ധിക്കൻ. ഇങ്ങനെ ചെയ്യുന്നതായ സമയത്ത് പടച്ചവൻ മർദ്ദിതരെ വളർത്തും. ഓർക്കണം, മർദ്ദിതർ എന്നും മർദ്ദിതരായിരിക്കുകയില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ പടച്ചവൻ അവർക്ക് ശക്തി നൽകും. ഒരു ദിവസം തിരിച്ചടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം വന്നു. അല്ലാഹു തആല പോരാട്ടത്തിന് നിർദ്ദേശം കൊടുത്തു. ഈ സമയത്ത് ഇതേ ആളുകൾ ഭീരുത്വത്തിലേക്ക് പിൻവാങ്ങുകയുണ്ടായി. فلما كتب عليهم القتال إذا فريق منهم يخشون الناس. പോരാട്ടം നിയമമാക്കപ്പെട്ടപ്പോൾ അവരിൽ ഒരു കൂട്ടം ആളുകൾ, എല്ലാവരുമല്ല, ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തിൻ്റെ ബലഹീനത കാരണം, അതുപോലെ ഭീരുത്വം കാരണം അവർ ജനങ്ങളെ ഭയപ്പെടുന്നു. പടച്ചവനെ ഭയപ്പെടേണ്ടതുപോലെ എന്നല്ല, അതിനേക്കാളും കൂടുതലായി ഭയപ്പെടുന്നു. കാരണം പടച്ചവനോടുള്ള ഭയത്തിൽ ഭക്തി എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. പേടിയുമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. ഇവർ ജനങ്ങളെ പേടിക്കുക മാത്രം ചെയ്യുന്നു. ഇവിടെയും ഓർക്കണം, നേരത്തെ മർദ്ദിതരെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളുടെ കുടുംബത്തിലും നാട്ടിലും ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ മോചനത്തിനും പരിശ്രമിക്കണമെന്ന് പറഞ്ഞു. അവിടെയും ഇതേ പ്രശ്നം തന്നെയാണ് ഇന്ന് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് കഴിവില്ല, ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞാൽ കേൾക്കുന്നവർ പോലും ഉൾവലിയുന്നത്. ഞങ്ങൾ എത്ര പറഞ്ഞെന്നറിയാമോ? സഹോദരങ്ങളെ, പറയണം, പറയേണ്ടതുപോലെ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ഭീരുത്വം രംഗത്ത് നിന്നും ഒളിച്ചോടുക, ഇത് മാറ്റാൻ വേണ്ടി അള്ളാഹു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. وقالوا ربنا لما كتبت علينا القتال. അവർ പറയുന്നു, പടച്ചവനെ എന്തിനാണ് പോരാട്ടം നിയമമാക്കിയത്? ഞാൻ സെക്രട്ടറി ആയത് ആകെ ബുദ്ധിമുട്ടായല്ലോ, കുറേ ജോലിയൊക്കെ വന്നിരിക്കുന്നു. ഇമാമായത് എന്തൊരു തലവേദനയാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകേണ്ടി വരുന്നു, അക്രമികളെ പിടിച്ചു മാറ്റണം. എന്തിനാണ് നിയമമാക്കിയത്? ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്. കുറച്ച് നാളത്തേക്കൊന്ന് പിന്തിച്ചുകൂടായിരുന്നു? എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് ഇതിലേക്ക് വിളിച്ചിറക്കിയിരിക്കുന്നു. അല്ലാഹു തആല ഇത്തരം ആളുകളുടെ ഭീരുത്വം മാറ്റാൻ, മാനസിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴി പറയുകയാണ്. ഒന്ന്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ വലാ തുദ്ലമൂന ഫതീലാ. പറയുക, ഭൗതിക സുഖ സന്തോഷങ്ങൾ വളരെ ചുരുങ്ങിയതാണ്, വളരെ ചുരുങ്ങിയതാണ്. വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ.
പരലോകത്തിലെ അനുഗ്രഹങ്ങൾ അത് ഭയഭക്തിയുള്ളവർക്ക് വളരെ ഉത്തമമാണ്. വലാ തുളമൂന ഫതീല, നിങ്ങൾ അല്പം പോലും ദ്രോഹിക്കപ്പെടുന്നതല്ല. മനസ്സിലാക്കിൻ. ഒന്ന്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഭൗതിക അനുഗ്രഹങ്ങൾ വളരെ ചുരുങ്ങിയതാണ്. പരലോകത്തെ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. രണ്ട്, ഭൗതിക ജീവിതം അവസാനിച്ചു പോകും. പരലോക ജീവിതം, ഭൗതിക അനുഗ്രഹങ്ങൾ അവസാനിച്ചു പോകും. പരലോകത്തെ അനുഗ്രഹങ്ങൾ എന്നുമെന്നുമുള്ളതാണ്. മൂന്ന്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ഭൗതിക അനുഗ്രഹങ്ങളുടെ ഇടയിൽ ധാരാളം പ്രശ്നങ്ങളുമുണ്ട്. പരലോകത്തെ അനുഗ്രഹങ്ങൾക്ക് ഇടയിൽ ഒരു പ്രശ്നവുമില്ല. നാല്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ഭൗതികാനുഗ്രഹം അത് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ പരലോകത്തെ അനുഗ്രഹം തഖ്വയുണ്ടോ, ഭയഭക്തിയുണ്ടോ, അവർക്ക് കിട്ടുമെന്ന് പരിപൂർണമായി ഉറപ്പാണ്. വലാ ഖൈറ ഫിദ്ദുനിയാ ലിമൻ ലം യകുൽ ലഹു മിനല്ലാഹി ഫീ ദാരിൽ മുഖാമി നസീബു. فإن تعجب الدنيا رجالا فإنها متاع قليل والزوال قريب. പരലോകത്തിൽ യാതൊരു വിജയത്തിൻ്റെ ഓഹരിയും ഇല്ലാത്തവർക്ക് ഈ ലോകത്ത് എന്ത് കിട്ടിയിട്ടും യാതൊരു ഗുണവുമില്ല. സുബ്ഹാനല്ലാഹ്. وإن تعجب الدنيا رجالا فإنها. ഈ ലോകത്തെ സാധന സാമഗ്രികളും വസ്തുവകകളും ആരെയെങ്കിലും അത്ഭുതപ്പെടുത്തുന്നെങ്കിൽ അവരും മറ്റുള്ളവരും മനസ്സിലാക്കണം, മതാഉൻ ഖലീലുൻ വസ്സവാലു ഖരീബു. ഭൗതിക വസ്തുക്കളെല്ലാം കുറഞ്ഞ സുഖവസ്തുക്കളാണ്, അടുത്ത് തന്നെ മാറിപ്പോകുന്നതുമാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചവനിലേക്ക് നോക്കിൻ, പരലോകത്തിലേക്ക് നോക്കിൻ. എന്നിട്ട് കഴിവിൻ്റെ പരമാവധി നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കിൻ, ത്യാഗം ചെയ്യിൻ. വലാ തുളമൂന ഫതീല. പരലോകത്ത് നിങ്ങൾ ചെയ്ത നന്മകളൊന്നും കുറയ്ക്കപ്പെടുന്നതല്ല, തിന്മകളൊന്നും നിങ്ങളുടെ തലയിൽ വെക്കപ്പെടുന്നതല്ല. ഈത്തപ്പഴ കുരുവിൻ്റെ മുകളിലുള്ള പാടിനാണ് ഫതീൽ എന്ന് പറയുന്നത്. അത്ര പോലും നിങ്ങളെ ദ്രോഹിക്കപ്പെടുന്നതല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.